എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മീൻകറി ഉണ്ടാക്കാനായിട്ട് വഴറ്റിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. തൃശ്ശൂർ സ്റ്റൈലിലാണ് നമ്മളിന്ന് മീൻകറി വയ്ക്കുന്നത്. ഈ മീൻകറിയിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ മീനാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്പല്ലി എന്ന് പറഞ്ഞ മീനാണ്. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താലും മതി. ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് മീൻകറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ മീൻകറി വെക്കാനായിട്ടുള്ള ചട്ടിയിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി എടുക്കില്ല. വെളുത്തുള്ളി എടുത്താൽ ഈ മീൻകറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പം വെളുത്തുള്ളി ഇല്ലാതെ ചെയ്യുന്നതാണ് നല്ലത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിവിടെ എടുത്തിരിക്കുന്ന നല്ല എരിവുള്ള ഒരു 4 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കൊടംപുളിയാണ്. 3 കഷ്ണം കൊടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൂടെ ഇതിലേക്ക് ചേർക്കാം. കുടംപുളി തന്നെ എടുക്കുമ്പോഴാണ് മീൻകറിക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, നമ്മളിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നത്. ഒരു 3 ടീസ്പൂണാണ് എടുക്കുന്നത്. ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇനി ഒരുപാട് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ പകുതി കാശ്മീരി മുളകും പകുതി എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവയാണ്. ഇങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടുക് വറുക്കുമ്പോൾ ഉലുവ ചേർത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. പച്ചമുളകിൻ്റെ എരിവ് കയ്യിൽ പറ്റും എന്നുള്ളവർക്ക് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ അല്ലാതെയാണ് മിക്സ് ചെയ്ത് എടുക്കുന്നത്. നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 2 കപ്പ് വരെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് നമ്മൾ ചേർക്കുന്നത്. തേങ്ങാപ്പാലെന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുത്തിട്ട് പാലെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ടിന്നിൽ കിട്ടുന്ന പാലെടുക്കാം, അല്ലെങ്കിൽ പൊടിയും എടുക്കാവുന്നതാണ്. ഇത് അടച്ചു വെച്ച് നല്ലതായിട്ട് തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിള വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർക്കുന്നത്. മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് അടച്ചു വെച്ച് നമുക്ക് ചെറുതീയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഓരോ മീനിൻ്റെ വേവ് അനുസരിച്ചിട്ട് സമയം വ്യത്യാസപ്പെട്ടിരിക്കും. ഞാനിവിടെ 20 മിനിറ്റാണ് ഇത് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. സ്പൂണിട്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നതാണ് നല്ലത്. ചാറൊക്കെ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ചാറിൽ ഈ മീൻ കറി വെക്കരുത്. കുറച്ചൊരു കുറുകിയിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഒരുപാട് ചാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തിളപ്പിച്ചതൊന്ന് വറ്റിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് കുറുകി വന്നു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ കട്ടിക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാട് തിളപ്പിക്കേണ്ട. ഇനി ഇതിലേക്ക് ഉള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന അവസാനമുള്ളൊരു കടുക് താളിക്കലാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് അതുപോലെ തന്നെ 3 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് നന്നായിട്ട് മൂപ്പിക്കുക. ഇതിലേക്കൊരു 2 വറ്റൽമുളകൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് മീൻകറിയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് മീൻകറിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. നമ്മൾ മുളക് പൊടി അതൊന്നും വഴറ്റി ചേർക്കുന്നില്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ മീൻകറിയിൽ വെളുത്തുള്ളിയും മല്ലിപ്പൊടിയും ചേർക്കില്ല. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി. അപ്പോൾ അധികം ചേരുവകളില്ല. പക്ഷേ ഇതിൻ്റെ രുചിയാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരെ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിനൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അടുത്ത തവണ മീൻ വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. പുതിയ ക്രിസ്മസ് റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്